guys, welcome back to our channel. അപ്പോൾ എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു. ഞാൻ ഇവിടെ ഹാപ്പി ആയി സെറ്റ് ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഗൈസ് ഇന്ന് ഞാനും ഉമ്മയും കൂടി ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട് കേട്ടോ. അപ്പം അമ്മക്ക് ഹോസ്പിറ്റലിൽ കാണിക്കേണ്ട ഒരു കാര്യമുണ്ട്. അപ്പം അതുകൊണ്ട് നമുക്ക് 2-3 വേറെയും കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനൊക്കെ ആയിട്ട് ഞാനും ഈ ഒറ്റക്ക് ഹോസ്പിറ്റലിൽ കോട്ടപ്പടിക്കൊക്കെ പോവാണ്. അപ്പോൾ ഗൈസ് അതിൻ്റെ ചെറിയൊരു വ്ളോഗും കാര്യങ്ങളൊക്കെ ആണ്. അപ്പോൾ എന്തായാലും ഗൈസ് വീഡിയോ കണ്ടു നോക്കുക. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മളെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളെ ഇൻസ്റ്റാ ഫേസ്ബുക്ക് പേജസ് ഒക്കെ ഒന്ന് പോയി ഫോളോ ചെയ്ത് സപ്പോർട്ടാക്കുക. അപ്പോൾ എന്തായാലും ഗൈസ് ഒഴുകാതെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. 2-3 ദിവസമായിട്ട് അമ്മ ഡോക്ടറെ അടുത്ത് പോകണം എന്ന് പറയൽ തുടങ്ങിയിട്ട് എന്താ സംഭവം എന്നൊന്നും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ പിടിച്ചു ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു എൻ്റെ പുറത്തൊരു മുറി ഉണ്ടായിട്ടുണ്ട്, അപ്പോൾ അത് ഡോക്ടറെ കാണിക്കാൻ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കേട്ടപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു നമുക്ക് നാളെ ഡോക്ടറെ അടുത്ത് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇക്തീസിലാണ് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ ഇക്തീസിൽ വിളിച്ച് ബുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ ഒരു കോൾ എടുക്കാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ ഓട്ടോറിക്ഷയിൽ വന്ന് ഇറങ്ങി ബസ് കാത്ത് നിൽക്കുകയാണ് കേട്ടോ. ഉമ്മാനെ ആരോ അറിയുന്ന ആളോട് ഉമ്മ സംസാരിച്ച് നിൽക്കുകയാണ്. അങ്ങനെ ഇമ്മയും ഞാനും കൂടി ഇപ്പോൾ ഇത് കല്യാണം കഴിഞ്ഞ ശേഷം 2ാമത്തെ പ്രാവശ്യമാണ് കേട്ടോ ഒന്നിച്ച് ഒറ്റക്ക് അങ്ങാടിക്ക് ഇറങ്ങണത്. പിന്നെ കുറേ പേര് ചോദിക്കാറുണ്ട് ബാബുവിൻ്റെ ഉമ്മാനെ എന്താ വീഡിയോയിൽ കാണിക്കാത്തതെന്നൊക്കെ. അപ്പം ഉമ്മാക്ക് അങ്ങനെ വീഡിയോയിൽ വരണമെന്ന് താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഉമ്മാനെ കൊണ്ടുവരാറില്ല കേട്ടോ. അത് അങ്ങനെയല്ലേ, ഓരോരുത്തർക്കും ഓരോ താല്പര്യങ്ങളാണ്. ഉമ്മാക്ക് ഉമ്മാൻ്റെതായ താല്പര്യങ്ങൾ ഉണ്ടാവും, നമുക്ക് നമ്മളതായ താല്പര്യങ്ങൾ ഉണ്ടാവും. അതെന്ന് വിചാരിച്ചു കാണും നമുക്ക് വീഡിയോ എടുക്കണതിനൊന്നും സീനില്ല കേട്ടോ. നമുക്ക് നമ്മളെ ഇഷ്ടം പോലെ വീഡിയോ എടുക്കാം, ഉമ്മാക്ക് അതിനൊന്നും എതിർപ്പില്ല. പിന്നെ കുറേ പേര് ചോദിക്കലുണ്ട് ബാബുവിൻ്റെ വീട്ടിൽ ആരൊക്കെയാണ് ഉള്ളതെന്നുള്ളത്. നമ്മൾ 4 പേരാണ് വീട്ടിലുണ്ടാവുക. ബാബു, ഞാനും, ഉമ്മ, അമ്മമ്മ, ഞങ്ങൾ 4 പേരും അടങ്ങിയിട്ടുള്ള ഒരു കുടുംബം, ചെറിയൊരു കുടുംബമാണ് ഞങ്ങളത്. അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കേക്കേത്തല വന്ന് ഇറങ്ങിയിട്ട് അവിടുന്ന് ഓട്ടോറിക്ഷ വിളിച്ചിട്ടായിരുന്നു വ്യത്യാസക്ക് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അവിടുന്ന് നടക്കാനുള്ള ദൂരമുള്ളൂ, എന്നാലും നമ്മൾ വെയിലായ കാരണം ഓട്ടോറിക്ഷയിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. ബുക്ക് ചെയ്യാത്തതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. നമ്മളായിരുന്നു ലാസ്റ്റ് കാണിക്കാനുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ നാസിയ ഡോക്ടറായിരുന്നു കാണാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ആളൊരു ഗൈനക്കോളജിസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ കുറേ നേരമായിട്ട് ഇരിക്കുന്നത് കണ്ടതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, അമ്മനെ വിളിച്ചങ്ങാണ്ട് BP ഒക്കെ ചെക്ക് ചെയ്യാനായിട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഉമ്മ ചോദിക്കുന്നുണ്ട് എൻ്റെ പുറത്തൊരു മുറിക്ക് വേണ്ടിയിട്ടാണ് ഒരു BP ഒക്കെ ചെക്ക് ചെയ്യണമെന്നുള്ളത്. അങ്ങനെയാണ് നമ്മൾ ഡോക്ടറെ കാണിക്കലൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയതിന് ശേഷം നമ്മൾ മൗസിയിലൊന്ന് പോയിട്ടുണ്ടായിരുന്നു ഒരു ഔൽ മിൽക്ക് കുടിക്കാനായിട്ട്. എനിക്ക് പുറത്തൊക്കെ ഇറങ്ങി എന്തെങ്കിലും കഴിക്കണം, അത് ഉമ്മാക്ക് നന്നായിട്ട് അറിയാം കേട്ടോ. അങ്ങനെ നമ്മൾ ഔൽ മിൽക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഫ്രൂട്ട് നട്ടിൻ്റെ ഒരു ഫ്ലേവറും ഇമ്മ നട്ടിൻ്റെ ഒരു ഔൽ മിൽക്കും ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് പൊതുവായിട്ട് ഈ നട്ട്സിനോടൊന്നും താല്പര്യമില്ലാത്ത ഒരാളാണ് കേട്ടോ. പക്ഷേ എന്തുകൊണ്ടാണെന്നറിയില്ല ഞാൻ ഫ്രൂട്ട് നട്ടാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് സംഭവം വന്നപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം ഐസ്ക്രീമും ഫ്രൂട്ട്സും ആ ഒരു നട്ട്സും ഒക്കെ പാടി ആയപ്പോൾ എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഫ്ലേവർ. പിന്നെയും കഴിക്കാനായിട്ട് തോന്നിയിട്ടാണ്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നേരെ പോയിട്ടുണ്ടായിരുന്നത് പ്രീതിക്കായിരുന്നു. കാരണം നമുക്കൊരു ബേബിക്ക് ഡ്രസ്സ് എടുക്കാനുണ്ട്. നമ്മളുടെ ഒരു അയൽവാസി ഉണ്ട്, അത് എൻ്റെ ഒരു ഫ്രണ്ടും കൂടിയാണ് ആൾ. അപ്പോൾ ആളുടെ ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് കിടക്കുകയാണ്. അപ്പോൾ കുട്ടീനെ കാണാൻ വേണ്ടി പോകുമ്പോൾ എന്തെങ്കിലും കൊണ്ടുപോകാൻ ഞാൻ എനിക്കൊരു ജായി മടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുട്ടിക്ക് ഡ്രസ്സ് എടുക്കാനായിട്ട് പ്രീതിയിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുള്ള ഡ്രസ്സ് ഉണ്ടായിരുന്നു അവിടെ കാണാൻ. അല്ലെങ്കിലും കുട്ടികളുടെ ഡ്രസ്സൊക്കെ കാണാൻ നല്ല ഭംഗിയല്ലേ. കുറേ ഡ്രസ്സ് ഉണ്ടായിരുന്നു, ഏതാ എടുക്കാമെന്ന് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. ലാസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടങ്ങാണ്ട് ഒരു ഡ്രസ്സ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ ഡ്രസ്സ്. അങ്ങനെ ഞങ്ങൾ ഡ്രസ്സൊക്കെ എടുക്കൽ കഴിഞ്ഞ് അടിക്ക് വന്നപ്പോൾ അവിടെ ബെഡ്ഷീറ്റിന് ഓഫറൊക്കെ കണ്ടപ്പോൾ അത് അവിടെ നിന്നാണ്ട് ചുറ്റി കളിക്കുന്നുണ്ട്. പിന്നെ ഉമ്മാനെ അറിയുന്ന ആരോ ഒരാളെ കണ്ടു ചെയ്തിരിക്കണം, ആൾ നല്ല വർത്താനത്തിലാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ബെഡ്ഷീറ്റൊന്നും വാങ്ങാതെ നേരെ വീട്ടിലേക്കുള്ള ബസ് കയറി. സ്കൂൾ വിട്ട ടൈം ആയതുകൊണ്ട് തന്നെ ബസ്സിൽ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഇരിക്കാനൊന്നും സീറ്റ് ഉണ്ടായിരുന്നില്ല കയറിയ ടൈമിൽ. അപ്പോഴാണ് ബാക്കിൽ 2 സ്കൂൾ കുട്ടികൾ ഇരിക്കുന്ന സീറ്റ് ഉണ്ടായിരുന്നു. അവിടുന്ന് കണ്ടക്ടർ അവർ 2 നീപ്പിച്ചു കേട്ടോ. അതിൽ സങ്കടം തോന്നിയെങ്കിലും പിന്നെ ഇരുന്നു ഞങ്ങൾ. കാരണം നമ്മൾ ഇരുന്നിട്ടില്ലേ വേറെ ആരെങ്കിലും ഇരിക്കും, വെറുതെ നിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. എനിക്ക് ഓരോ നീപ്പിക്കണ കണ്ടപ്പോൾ എൻ്റെ സ്കൂൾ കാലഘട്ടം കേട്ടോ ഓർമ്മ വന്നത്. കാരണം ഞാനും ഇത് ഒരുപാട് ഫേസ് ചെയ്തിരുന്ന ഒരു ടൈം ഉണ്ടായിട്ടുണ്ട്. നമ്മൾ സീറ്റ് കൊടുത്ത് കയറുമ്പോൾ നമുക്ക് സീറ്റിൽ പോലും ഇരിക്കാൻ പറ്റില്ല, എന്നാൽ ഒഴിഞ്ഞ സീറ്റിൽ ഇരുന്നാൽ തന്നെ അവിടെ നിന്ന് നീപ്പിച്ചു വിടും. അങ്ങനെ നമ്മൾ അങ്ങാടിയിലെത്തി അവിടുന്ന് ഒരു ഓട്ടോറിക്ഷ വിളിച്ച് വീട്ടിലോട്ട് പോവാണ്. നമ്മൾ രാവിലെ ഒരു 1 മണിക്കാന്ന് തോന്നുന്നു നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നേരം നല്ലോണം വൈകിട്ടാണ് വന്നത്. ഉമ്മാനും കാത്തത് ഇമ്മമ്മ വാതിൽക്ക് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഗൈസ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഇൻട്രോ എടുക്കാൻ പറ്റിയിട്ടില്ല, വൈൻഡപ്പ് എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ എന്തായാലും നമ്മൾ ഉമ്മാനെ കാണിക്കാൻ പോയി. ഉമ്മാക്ക് എന്താന്ന് ചോദിക്കണ്ടേ, ഉമ്മാക്ക് എന്തോ പേഴ്സണലായി എന്തോ കാണിക്കാനുണ്ടായിരുന്നു. ഉമ്മാക്ക് എന്തോ പുറത്തെന്തോ ഒരു മുറിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത് കാണിക്കാനായിട്ട് പോയതാണ്. ഇപ്പോൾ പ്രോബ്ലം ഒന്നുമില്ല, സ്കിന്നിന്റെ ഡോക്ടർ കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പിന്നെ നമ്മളെ അയൽവാസി ഉണ്ട്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടാണ്. അപ്പോൾ ഓക്ക് ഒരു കുട്ടി ജനിച്ചിട്ടുണ്ട്, പെൺകുട്ടിയാണ്. അപ്പോൾ ഓക്ക് ഡ്രസ്സ് എടുക്കാനായിട്ട് നമ്മൾ പ്രീതി പോയിട്ടുണ്ടായിരുന്നത്. അപ്പം അതൊക്കെ എടുത്ത് നമ്മൾ പിന്നെ നേരെ വീട്ടിലേക്ക് പോരുകയുണ്ടായത്. കുറച്ച് നേരം വൈകിട്ടുണ്ടായിരുന്നു. നമ്മൾ പോയപ്പോൾ ഒരു ഉച്ച കഴിഞ്ഞതിന് ശേഷം തോന്നുന്നുണ്ട് എൻ്റെ ഒരു മൈൻഡിൽ നമ്മൾ പോയത്. അപ്പം അന്ന് ഓർമ്മയില്ല.
അപ്പൊ എന്തായാലും അങ്ങനെയൊക്കെ ആയിരുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേപോലെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ കമന്റ്സിലായിട്ട് അറിയിക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുക ഗൈസ്, കാരണം നമ്മൾ സപ്പോർട്ട് ചെയ്യാത്ത മാതിരിയാണ്. ഇപ്പൊ വീഡിയോസിനൊന്നും ഒരു ലൈക്ക് ഇല്ല, ഭയങ്കര സങ്കടമാണ് സത്യം പറയുകയാണെങ്കിൽ. അപ്പൊ നിങ്ങളെ ലൈക്കാണ് നമ്മളുടെ ഓരോ വീഡിയോ ഇടാനുള്ള പ്രചോദനം എന്നുള്ളത്. അപ്പൊ എന്തായാലും നമ്മളെ ഇൻസ്റ്റാ ഫേസ്ബുക്ക് പേജസ് ഒക്കെ ഒന്ന് പോയി ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഇനി നെക്സ്റ്റ് വീഡിയോ കാണാം.